ഹായ് ടു ഓൾ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നെൻ്റെ ഒരു അനദർ ഓഫ് ഡേ ആണ്. ഫ്രൈഡേ ആണ്. ഇപ്പോൾ ഞാൻ ഫ്രൈഡേ ഓഫ് എടുക്കാറുള്ളത്. കാരണം പള്ളിയിൽ പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഫ്രൈഡേ ഓഫ് എടുക്കുന്നത്. പിന്നെ എന്താ പറയുക, എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു പൊതിച്ചോറ് സെറ്റാക്കുക എന്നുള്ളത്. കാരണം ഇവിടെ വന്നേ തൊട്ട് നമുക്ക് ഒരുപാട് ഫുഡ് ഐറ്റംസൊക്കെ വളരെ മിസ്സിങ് ആണ്. കാരണം വെച്ചാൽ നമുക്ക് പിന്നെ കിട്ടുന്ന സാധനങ്ങൾ കുറവാണ്. അതുപോലെ തന്നെ നമ്മുടെ സമയപരിമിതി കുറവാണ്. സമയപരിധി കുറവാന്ന് പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ നമുക്ക് വേണേൽ എല്ലാം ചെയ്യാവുന്നൊരു സിറ്റുവേഷനാണ്. പക്ഷേ ഇവിടെ മോസ്റ്റ്ലി ഈ പ്രവാസ ജീവിതത്തിൽ എല്ലാവരും ഭയങ്കര അലസന്മാരായിരിക്കും. മോസ്റ്റ്ലി എല്ലാവരും പുറമേ കാശ് കൊടുത്ത് കഴിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുക്കിങ്ങിന് ഒരു 98% പിള്ളേരും സെറ്റല്ല. മീൻസ് അവർക്ക് ഇഷ്ടമല്ല. മീൻസ് എന്താ പറയുക, കിട്ടിക്കഴിഞ്ഞാൽ എന്തും കഴിക്കും. പക്ഷേ അത് അന്ന് ഉണ്ടാക്കാനുള്ള പരിപാടി നോ വേ, നടക്കില്ല. അപ്പം നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയുക, ഇഷ്ടത്തോടെ കുക്ക് ചെയ്യാനുള്ളൊരു മൈൻഡും അതേപോലെ എല്ലാ കാര്യങ്ങളും ഇഷ്ടത്തോടെ ഏറ്റുവാങ്ങാനുള്ളൊരു മനസ്സുമാണ് വേണ്ടത്. ആ രണ്ട് സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്കിവിടെ പ്രിപ്പയർ ചെയ്യാം. ഏത് നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും കിട്ടുന്ന സാധനങ്ങളനുസരിച്ച്. അപ്പോൾ അതേ ഞാൻ എൻ്റെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് പൊതിച്ചോറാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കണ്ടല്ലോ, നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ ഉപയോഗിക്കുന്നത് ക്യാരറ്റ് തോരൻ, അതേമാതിരി കിഴങ്ങ് മെഴുക്ക് പുരട്ടി, അതുപോലെ വെണ്ടത്തോരൻ, അങ്ങനത്തെ ഐറ്റംസ് 3 പിന്നെ തക്കാളി ചട്നി, ഓംലെറ്റ്, ചിക്കൻ ഫ്രൈ, പിന്നെ നെല്ലിക്ക അച്ചാറുണ്ട്, പിന്നെ നമ്മുടെ സാധാ ചോറും. ഈ സംഭവങ്ങളൊക്കെയാണ് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇത്രയും ഐറ്റംസൊക്കെ നമ്മളെ കൊണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ സത്യം പറഞ്ഞാൽ മെൻ്റലി റെഡി ആയിട്ട് അതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നടക്കാത്ത ഒന്നുമില്ല. അത് സത്യമാണ്. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ചൊരു ഇൻട്രസ്റ്റാണ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻട്രസ്റ്റ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടത്തോടെ കഴിക്കാമല്ലോ. ഇപ്പോൾ പുറത്ത് പോയി കഴിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, സ്പെഷ്യലി യൂറോപ്പിലൊന്നും നമുക്ക് എന്താ പറയുക ആവശ്യാനുസരണമുള്ള ഫുഡ് കിട്ടാനില്ല. ഈവൻ നമ്മളിപ്പോൾ പുറമെ ഇപ്പോൾ എന്താ കബ്സേ മന്തിയൊക്കെ കിട്ടാണ്ട് ഇവിടെ. പക്ഷേ അതൊക്കെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ ഒരുപാട് കാശ് കൊടുക്കാമെന്നല്ലാണ്ട് നമ്മൾക്കൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ വരാൻ വളരെ ചാൻസ് കുറവാണ്. അപ്പോൾ നമുക്ക് ഉള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സന്തോഷകരമായിട്ട് കഴിക്കാൻ പറ്റും. വയറ് നല്ല തൃപ്തിയാവും, നല്ല ഹാപ്പിയാവും നമ്മൾ. അങ്ങനെയാണ് എൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെ കേട്ടോ. അങ്ങനെ ഞാൻ അതേ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തു. അതേപോലെ അരി എടുക്കുമ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ റിക്വയർമെൻറ്റ്സ് ഞാൻ കുക്കറിലാണ് ചോറ് വയ്ക്കാറ്. കാരണം ഇവിടെ പാത്രത്തിൽ ഇങ്ങനെ തിളപ്പിച്ചിട്ട് ഊറ്റി വെക്കാനുള്ള പാത്രമില്ല. മീൻസ് എന്താ പറയുക, അത് എന്താ പറയുകയെന്ന് എനിക്കറിയില്ല, വെള്ളം കളയാനുള്ള പാത്രമൊന്നും എൻ്റെ അടുത്തില്ല. അപ്പോൾ അത് കാരണം ഞാൻ കുക്കറിൽ കറക്റ്റ് റേഷ്യോ, നമ്മളിപ്പോൾ ഗീ റൈസൊക്കെ വെക്കുന്ന പോലെ സാധാ ഗ്ലാസ് അരി എടുക്കാന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം വെച്ച് റേഷ്യോയിൽ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വെള്ളം കളയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എന്താ പറയുക, അത് പെട്ടെന്ന് തന്നെ സംഭവം റെഡി, ഒരു വിസിലിൽ കിട്ടും. ഇവിടുത്തെ അരിക്ക് ഒരു വിസിൽ മതി. മീൻസ് സാധാ ഇവിടെ നമുക്ക് മോട്ടർ റൈസ് കിട്ടും, പക്ഷേ ഞാൻ വാങ്ങിക്കാറില്ല. ഞാൻ അവിടെ വാങ്ങിക്കാറ് എന്താ പറയുക വൈറ്റ് റൈസാണ്. വൈറ്റ് റൈസ് വെച്ചാണ് ചോറ് സാധാരണ വയ്ക്കാറ്. അപ്പോൾ അതിൻ്റെ റേഷ്യോക്ക് അനുസരിച്ച് ഞാൻ വെള്ളം ഒഴിച്ചു. പിന്നെ അതേമാതിരി പുതിയൊരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്ന അമ്മമാരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഉമ്മമാരാണെന്നുണ്ടെങ്കിലും ഇപ്പം ഞാൻ ഈ പാനിൽ 3 ഐറ്റം ഉപ്പേരികളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ക്യാരറ്റ്, കിഴങ്ങ്, വെണ്ട, ഈ 3 സാധനങ്ങളും ഒരേ സമയം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈം ലാഭിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു ഗുണം. അപ്പോൾ നിങ്ങളിങ്ങനെ ചെറിയ ടിപ്സൊക്കെ കിട്ടുമ്പോൾ നോക്കി വെച്ചോ, നിങ്ങൾക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വെള്ളം തിളച്ചപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ഇതിലോട്ട് അരി കൊണ്ടുപോയിട്ടു. പക്ഷേ ഈ കുക്കറിൽ വെള്ളം വെക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറച്ച് ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ചാൻസ് കുറവാണ്. ഇപ്പം നമ്മളിപ്പോൾ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അത് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് കുറവാണ്. അപ്പം ഞാൻ അത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതേ ഒരു ഭാഗത്ത് ഇങ്ങനെ നമ്മുടെ ഉപ്പേരികളിങ്ങനെ വേവിക്കൊണ്ടിരിക്കുന്നു. സംഭവം കിഴങ്ങ് അടിപൊളിയായിരുന്നുണ്ട്. സംഭവങ്ങളൊക്കെ ചെയ്തതൊക്കെ സെറ്റായിരുന്നു. ഇപ്പോൾ ഈ കിഴങ്ങിലോട്ടും ഈ സാധനത്തിലോട്ടും നമ്മളിപ്പോൾ ഒന്നും യൂസ് ചെയ്യില്ല. ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നേരെ വേവിക്കാൻ വെച്ചതാണ്. വെള്ളമോ സംഭവങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. എനിക്കറിയില്ല വെള്ളം ഉപയോഗിക്കാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയില്ല ഇതിൻ്റെ ആക്ച്വൽ പ്രൊസീജിയേഴ്സ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതിലോട്ട് ഞാൻ എന്താ പറയുക ആവശ്യാനുസരണം ഉപ്പ്, അതേപോലെ മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി ചില്ലി ഫ്ലേക്സ് ഉണ്ട്, പൊടിച്ച ഇതുണ്ടല്ലോ, അതും കൂടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 3 സാധനമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിലോട്ട്. എന്നിട്ട് ശരിക്കും നന്നായിട്ട് വേവിച്ചെടുത്തു. അത്ര തന്നെ ആ സംഭവങ്ങൾ. പിന്നെ അപ്പുറത്തതേ വിസിൽ വന്ന് കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അത് കഴിഞ്ഞത് സംഭവം തോരനൊക്കെ റെഡി ആയതിൻ്റെ ശേഷം ഞാൻ എന്ത് ചെയ്തു, അത് എല്ലാം കൂടി ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിരിക്കുകയാണ്. എല്ലാ സാധനങ്ങളും സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ നമ്മൾ എന്താ പറയുക പോയത് നേരെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ ചിക്കൻ ഓൾറെഡി ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
തലേദിവസം തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെടുക്കുക, സംഭവം സെറ്റാക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതിന് ശേഷം നേരെ ചിക്കൻ എടുത്ത് അതിലോട്ട് ഇട്ട് അത് ഫ്രൈ ആക്കി ഒരു ഭാഗത്ത് ഇങ്ങനെ അത് ഫ്രൈ ആക്കി കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ചിക്കൻ നമ്മൾ വേവിക്കുമ്പോൾ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് അപ്പോഴേ ശരിക്കും ഇങ്ങനെ അകത്തൊക്കെ വേവായി കിട്ടുള്ളൂ. പെട്ടെന്ന് നല്ല ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക ശരിക്കും അകത്തോളൊന്നും വേവാൻ ചാൻസ് കുറവാൻ, പിന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുക വെച്ചാൽ ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം അടച്ചു വയ്ക്കും. എന്തെങ്കിലും പാത്രം എടുത്തിട്ട് അടച്ചു വെച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ടാണ് ഞാൻ വേവിക്കാറ് സാധാരണ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക ശരിക്കും എല്ലാ ഭാഗത്തും ശരിക്കും കറക്റ്റായിട്ട് വേവായി കിട്ടും. പിന്നെ അതേ സമയം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, തക്കാളി ചട്നി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നോർമലി ഈ തക്കാളി ചട്നി സത്യം പറയാമല്ലോ അത് ഭയങ്കര ഒരു സ്റ്റോറിയാണ്. എൻ്റെ ഫാമിലിയിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം മീൻസ് ചെറിയ പിള്ളേർ മുതൽ ഏറ്റവും എൻ്റെ ഉമ്മ മാഷാഅല്ലാ പാവം മരിച്ചുപോയി, എൻ്റെ ഉമ്മാക്കൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് തക്കാളി ചട്നി. ഞങ്ങളെ കുടുംബത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ഫാമിലിയിൽ ഫാമിലിയിൽ ഭയങ്കര ഒരു ഫേവറേറ്റ് സാധനമാണ് മാഷാഅല്ലാ. അപ്പം അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കാം, ആവശ്യമുള്ളവരൊക്കെ ഉണ്ടാക്കാം. കാരണം സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പം അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ചോറിലേക്ക് അതും ഓംലേറ്റ് ഉണ്ടെങ്കിൽ കിഡിലായിട്ട് നമുക്ക് ചോറ് കഴിക്കാം. അപ്പം സാധാരണ അതിൽ ഞാൻ വീട്ടിലൊന്നും കണ്ടില്ല കേട്ടോ വെളുത്തുള്ളിയും ഇഞ്ചി ഉപയോഗിക്കുന്നത്. ഞാനത് വെളുത്തുള്ളിയും ഇഞ്ചും പിന്നെ തൊലി കളഞ്ഞതിന് ശേഷം ഇങ്ങനെ കൈ കൊണ്ട് ചതക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത് ഇങ്ങനെ ഇടിമുട്ടിയ സംഭവങ്ങളൊന്നുമില്ല. എൻ്റെ അടുത്ത് മിക്സിയും ഒന്നും വാങ്ങിച്ചിട്ടില്ല, ഞാൻ വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പം ഞാൻ അങ്ങനെ കൈ കൊണ്ട് ചതച്ചു. അതിന് ശേഷം നമുക്ക് എന്താ പറയുക പച്ചമുളക് ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ സ്റ്റോറിൽ പോയപ്പോൾ ഞാൻ പച്ചമുളക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതിൻ്റെ കൂടെ നമ്മൾ തക്കാളി കൂടി അരിഞ്ഞു വെക്കാം കേട്ടോ. തക്കാളി ഈ 3 ഇൻഗ്രീഡിയൻസ് വേണ്ടുള്ളൂ നമുക്ക് ഇതിനകത്തോട്ട്. മീൻസ് തക്കാളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോർമലി വെളുത്തുള്ളിയും ഇഞ്ചി ഉപയോഗിക്കാറില്ല. പക്ഷേ ഞാൻ എൻ്റെ എന്ത് കുക്കിംഗ് ആയാലും ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും എനിക്ക് പാർട്ട് ഓഫ് ഇറ്റാണ്. അപ്പം എനിക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഓവർ ഉപയോഗിക്കാറില്ല, വളരെ ലോ ക്വാണ്ടിറ്റിയാണ് ഉപയോഗിക്കാറുണ്ടാവുക. അപ്പം നമ്മുടെ ചിക്കൻ അവിടെ ഇങ്ങനെ അടച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് അറിഞ്ഞുകൂടെ. അപ്പം ഞാൻ എന്ത് ചെയ്യും അതിൻ്റെ ഇടയിലൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് അത് ശരിക്കും കരിഞ്ഞ് പണ്ടാറായി പോകും. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു ചിക്കൻ സംഭവം സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ എടുത്തിട്ട് നമ്മുടെ പ്ലേറ്റിലോട്ട് വെച്ചപ്പോൾ നമുക്ക് ഒക്കെ റെഡി ആവുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഈ പ്ലേറ്റിലോട്ട് മാറ്റിയാണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഈ ഒരു ഫ്രൈ പാൻ എൻ്റെ അടുത്തുള്ളൂ, വേറെ കറി വയ്ക്കുന്ന പാത്രങ്ങളൊന്നുമില്ല. നമ്മൾ ഇതിലോട്ടാണ് എല്ലാ സാധനങ്ങളും കറികളും എല്ലാ സാധനങ്ങളും ഞാൻ ഈ ഫ്രൈ പാൻ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുണ്ടാവുക. ഞാൻ യൂറോപ്പിലോട്ട് വരുമ്പോൾ കൂടുന്ന ഒരു സാധനമാണ് ഈ കുക്കറും ഫ്രൈ പാനും. ഈ 2 സാധനം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ എല്ലാ കുക്കിങ്ങും ചെയ്യുന്നത്. ഈ പ്ലേറ്റൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ തക്കാളി ചട്ടി ഉണ്ടാക്കാൻ പോയി. അതിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ പറയാൻ പോകണേ. ഫസ്റ്റ് നമ്മൾ എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലോട്ട് കടുകിടുക. കടുക് ഇട്ട് കഴിഞ്ഞാൽ നല്ല അറഞ്ചം പറഞ്ഞ് പൊട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റി ഫ്ലേവർ വരാനുള്ള സാധനം. നന്നായിട്ട് ഇങ്ങനെ അത് ശരിക്കും ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എണ്ണയിലിടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ ഒരു സിസ്റ്റം അറിയാമല്ലോ. ശരിക്കും ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ നൈസായിട്ട് സാധനം പൊട്ടി വരും. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക എല്ലാം ചെയ്തതിന് ശേഷം തീ കുറച്ച് വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കടിക്ക് അരിഞ്ഞു പോകും. അപ്പോൾ ടേസ്റ്റ് ബോറായിരിക്കും. അതിന് ശേഷം ഞാൻ ഇഞ്ചും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് അതിലോട്ട് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പച്ചമണം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് വഴറ്റുണ്ടാവുക. ആ ഒരു മണം കൊണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും ബാക്കി സംഭവങ്ങളും അതിലോട്ട് കമിഴ്ത്തും. എന്തൊക്കെയാണ് നമ്മുടെ തക്കാളിയും പച്ചമുളകും അതിട്ടതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെയാണ് നമുക്കിതിലെ പൗഡർ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയാം. അപ്പോൾ ഇത് തക്കാളി ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ശരിക്കും നന്നായിട്ടൊന്നിങ്ങനെ എല്ലാം കൂടി ഒന്ന് വഴറ്റുക. അപ്പം അതിൽ എണ്ണ ഉണ്ടാവുമല്ലോ, ആ എണ്ണ ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആകാൻ പറ്റും. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് വഴറ്റുന്നു കേട്ടോ. ആ വഴറ്റിന് ശേഷം നമ്മൾ എന്ത് ഒന്ന് ഓവറായിട്ട് വഴറ്റുന്നു വേണ്ട. മീൻസ് തീ എപ്പോഴും ഫ്ലെയിമിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. ഫ്ലെയിം വളരെ ലോ ആയിട്ട് യൂസ് ചെയ്യാനേ പാടുള്ളൂ. അങ്ങനെ ഫ്ലെയിം ജസ്റ്റ് ഒന്ന് വഴറ്റിന് ശേഷം നമ്മൾ അതിലോട്ടുള്ള പൗഡേഴ്സ് യൂസ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ ഇതിലോട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി, ഉപ്പ് ഇതൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓവറായിട്ടുള്ളതൊന്നും വേണ്ട. നമ്മളിപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ ഞാൻ സിംഗിൾ പേഴ്സണാണ്. അപ്പോൾ സിംഗിൾ പേഴ്സണുള്ള അത്രയും ക്വാണ്ടിറ്റി ഞാൻ എടുക്കുന്നു. ഞാനൊരു 1.5 ടൊമാറ്റോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 1.5 ഇല്ല, 1 ടൊമാറ്റോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് അത്രയും മതി. കാരണം ഇത്രയും കറികളുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി ചോറിൽ മിക്സ് ആകുമ്പോൾ ഒരുപാടാവും. അപ്പോൾ നമ്മൾ ഈ 3 ഐറ്റംസും ആവശ്യാനുസരണം ഇടുക. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുക ചില്ലി ഫ്ലേക്സ് ഇടാറുണ്ട് കേട്ടോ. ചില്ലി ഫ്ലേക്സ് എനിക്ക് വാങ്ങിച്ചതിൻ്റെ പേരിൽ ഞാൻ യൂസ് ചെയ്യണം. കാരണം വെച്ചാൽ അതിന് വേസ്റ്റായി പോകുമല്ലോ. അപ്പോൾ ഞാൻ വെറുതെ നമുക്കൊരു എന്താ പറയുക എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എരിവ് വളരെ കുറവാണ്, നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പം എൻ്റെ അടുത്തുള്ള ഈ മുളക് പൊടിയൊന്നും അധികം എരിവുള്ള സാധനമല്ല. കാരണം എന്തോ ലോ ആണ്. കാരണം ഞാൻ പെപ്പർ ഉപയോഗിക്കാറുണ്ട്. ഈ ചില്ലി ഫ്ലേക്സ് ഇനിയിപ്പോൾ കിട്ടി 2 വീക്സ് ആയിട്ടുള്ളൂ, അല്ല സോറി 1 വീക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ അത് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ വല്ലാണ്ട് എരിവൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ. എരിവ് വളരെ കുറവായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കാറ്. മീൻസ് യൂറോപ്പിലൊക്കെ ഒന്നും അധികം എരിവൊന്നും ആരും ഉപയോഗിക്കുന്നതായിട്ട് വലിയ സീനില്ല. പക്ഷേ ഉള്ള ആൾക്കാരുണ്ടായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഒരു സിറ്റുവേഷൻ ഞാൻ വളരെ കുറവാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും വെച്ചതിന് ശേഷം നന്നായിട്ടൊന്നൊരു ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ഇതൊന്ന് കുറുകി വരുന്നവരെ നന്നായിട്ട് വേവിച്ചെടുക്കുക. അത്രേ ഉള്ളൂ ഈ കറിൻ്റെ ഒരു ഓപ്ഷൻ.
അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി ചട്നി റെഡിയാണ്. തക്കാളി കറി എന്നും പറയാം. ഇതിൽ വെള്ളം ഒഴിക്കില്ല കേട്ടോ, വെള്ളം തീരെ ഉപയോഗിക്കാറില്ല. തക്കാളിയിൽ നിന്ന് വരുന്ന വെള്ളം മാത്രം നമ്മൾ ഇതിന് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ്, ഒരു പുളിപ്പും എല്ലാം കൂടി ചേർന്ന് നല്ലൊരു ടേസ്റ്റാണ്. ഇതിങ്ങനെ ചോറിലോട്ട് ഒഴിച്ച് കഴിക്കുമ്പോഴല്ലോ അളിയ വേറെ ലെവലാണ്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുക. തക്കാളി ചട്നി അറിയാത്ത ആളുകൾ, ചില ആളുകൾക്കൊക്കെ അറിയാം, ചില നാട്ടിലുണ്ടായിരിക്കാം, ചില നാടുകൾക്ക് ഇത് യൂസ് ചെയ്യാതിരിക്കാം. അപ്പം അറിയുന്ന ആൾക്കാരൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ അതവിടെ വേവുന്ന സമയത്ത് ഞാൻ നെക്സ്റ്റ് ഓപ്ഷൻ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഓംലെറ്റ് ആണ്. അപ്പോൾ ഓംലെറ്റ് നമ്മളെല്ലാവരും ആസ് യൂഷ്വൽ ചെയ്യുന്ന സംഭവം എന്താണ്, സവോള, അതേപോലെ ഈ പച്ചമുളക് ഇത് ഉണ്ടായതിൻ്റെ ഒരു എന്താ പറയുക ആവേശം തന്നെ പറയാം. ഇപ്പം എന്തിനും എനിക്ക് പച്ചമുളകാണ്. കാരണം വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എരിവ് കേട്ടോ. ഞാൻ അവിടെ നാട്ടിലാകുമ്പോൾ ഈ കാന്താരി മുളകൊക്കെ ഉണ്ടല്ലോ ചോറിൽ സ്ഥിരമായിട്ട് കഴിച്ചിരുന്ന ആളാണ്. ഇവിടെ ഇപ്പോൾ കാന്താരി മുളകും ഒരു കോപ്പും കിട്ടാനില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ പച്ചമുളക് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര ആവശ്യമാണ്. പക്ഷേ പച്ചമുളക് എരിവുണ്ടോ വെച്ചാൽ എരിവുണ്ട് കേട്ടോ. നമുക്ക് കഴിക്കാണ്ടായിട്ട് എരിവ് നമുക്ക് അത്ര അങ്ങോട്ട് ഫീൽ ചെയ്യണില്ല. മീൻസ് എന്താ പറയുക, അത്ര ഹെവി ആയിട്ട് ഫീൽ ചെയ്യാറില്ല. അപ്പം എനിക്കിഷ്ടമാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ സെറ്റാക്കി മുട്ടൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ സെറ്റാക്കുമ്പോഴും നമ്മൾ വീട്ടുകാരെ എപ്പോഴും ഓർക്കട്ടെ. അപ്പോൾ ഞാൻ ഇത്രയും ഐറ്റംസ് ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെച്ചാൽ വളരെ ഫാസ്റ്റായിട്ട് മീൻസ് എന്താ പറയുക, ലേഡീസിൻ്റെയും നമ്മളുടെ കുക്കിംഗ് സ്റ്റൈൽ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മളത് കുറച്ചും കൂടെയൊക്കെ ഫാസ്റ്റ് മൂവ്മെൻ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോ. കമ്പാരിറ്റീവ്ലി എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല. അപ്പം അവരിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും ഇത്രയും ഐറ്റംസൊക്കെ ഒരാൾ ചെയ്യുമോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. എന്തായാലും മാഷാ അല്ലാ എന്താ പറയുക, അതൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റ് കേട്ടോ. എല്ലാം ഞാൻ വീണ്ടും തന്നെ പറയും, മൈൻഡ് സെറ്റ് നമ്മൾ എത്രത്തോളം ഇൻട്രസ്റ്റഡ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ, അത്രത്തോളം നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് കിട്ടും എന്നുള്ള കാര്യം 100% ഷുവറാണ്. എന്ത് സംഭവങ്ങളായിക്കോട്ടെ, ഈവൻ നമ്മളെ ഡ്രസ് വിയറിങ്, എന്താ പറയുക, ഫുഡ് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന കാര്യത്തിൽ എന്ത് കാര്യങ്ങളായിക്കോട്ടെ, നമ്മൾ ഇടുന്ന എഫേർട്ട് നല്ലതാണെങ്കിൽ, ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് അതിനുള്ള ഔട്ട്പുട്ട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് റിട്ടേൺ ബാക്കാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും എന്താ ചെയ്യുക, എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ 100% എഫേർട്ട് ഇടാൻ ശ്രമിക്കുക. ഈവൻ കുക്കിംഗ് ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷനോട് കൂടി ഇത് കഴിക്കാം. അപ്പോൾ അതേ നമ്മുടെ തക്കാളി ചട്നി റെഡി ഉണ്ട്. അപ്പോൾ അതും പ്ലേറ്റിലോട്ട് മാറ്റി. ഇപ്പോൾ പ്ലേറ്റിൽ നമുക്ക് മൊത്തം 5 ഐറ്റംസ് ആയി. ഇനിയിപ്പോൾ ലാസ്റ്റ് ഫൈനൽ ഐറ്റമാണ് ഇപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. എന്തൊരു ഓംലെറ്റ്. ഓംലെറ്റിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ടേസ്റ്റ് ചെയ്തൊക്കെയാണ്. കാരണം ഇത് കണ്ടിട്ട് സഹിക്കില്ല. ഏത് ഇത്രയും ഐറ്റംസൊക്കെ നമുക്ക് നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം, ഞാനിപ്പോൾ ഒരു 6 month ആയി ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനത്തെ ഐറ്റംസ് നമ്മൾ എന്താ പറയുക, ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ശരിക്കും കൊതി വരുന്നുണ്ട്. അപ്പം പിന്നെ മോശമല്ലേ, ഇതൊരു വീഡിയോസ് നടന്നുകൊണ്ടിരിക്കുകയല്ലോ. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മോശമല്ലേ. അപ്പം അതിന് ശേഷം നമ്മുടെ മുട്ടക്കൂട്ടനെ നമ്മളിതേ എണ്ണ ഒഴിച്ചു സെറ്റാക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മളുടെ ആ ചൂടാറിയ പാത്രത്തിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു. ആഹാ, ഇപ്പം ഇച്ചിരി സവോളയൊക്കെ ഇട്ടുണ്ടായിരുന്നു. സെറ്റാണ് സാധനം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇപ്പോൾ എൻ്റെ കുക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതൊക്കെ ഐറ്റംസ് കുറവാണ് എൻ്റെ അഭിപ്രായത്തിൽ. പക്ഷെ എന്തായാലും മാഷാ അല്ലാ കുഴപ്പമില്ല. അതിന് ശേഷം മുട്ടാട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഏകദേശം ക്ലീനിങ് പാർട്ടിലോട്ട് കിടക്കുകയാണ്. ഈ ക്ലീനിങ് പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇവിടെ റൂമിലായിക്കോട്ടെ, ഞങ്ങൾ 2 പേരുള്ളത് കേട്ടോ. ഈ 2 പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ അത് വളരെ നീറ്റാക്കിയിട്ടേ പോകാൻ പാടുള്ളൂ. അത് ഞങ്ങളുടെ റൂളാണ്. മീൻസ് 2 പേര്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, എൻ്റെ കുക്കിംഗ് സ്റ്റൗ, ടേബിൾ, കട്ടിങ് ടേബിൾ, സ്ലാബ്, എന്തൊക്കെയുണ്ടോ അവിടെ കിച്ചണിൽ, പിന്നെ അതുമാതിരി അടിച്ചു വരാം, ആ സംഭവങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തോളൂ എന്നാണ് നമ്മുടെ റൂള്. അപ്പോൾ നമ്മുടെ മുട്ടക്കുട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവനെടുത്തിട്ട് എന്ത് ചെയ്താൽ കമിഴ്ത്തടിക്കാനുള്ള പരിപാടി. അപ്പം പൊട്ടിപ്പോയില്ല. അപ്പം വളരെ നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നൈസായിട്ട് കിട്ടുന്നതിനെ കുറച്ച് നേരം മുരിഞ്ഞ് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. പെട്ടെന്ന് ഷടപടയെന്ന് എടുത്തു കഴിഞ്ഞാൽ സാധനം പൊട്ടിപ്പോവും. അപ്പോൾ അവനെടുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അപ്പം മാറ്റി കഴിഞ്ഞാൽ നമ്മളെ നെക്സ്റ്റ് പരിപാടി എന്താ വെച്ചാൽ, ഞാൻ പറയുന്നത് ക്ലീനിങ്ങിലോട്ടാണ് ഞാൻ പോകാൻ പോകുന്നത്. അപ്പോൾ ക്ലീനിങ് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത്, കമ്പൽസറി ഫാക്ടറാണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ആര് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, ക്ലീനിങ് മസ്റ്റായിട്ട് ചെയ്തോളണം. ഇപ്പം കിച്ചനായാലും റൂമായാലും. ഇപ്പം ഞങ്ങൾ റൂമൊക്കെ എന്ന് വെച്ചാൽ വീക്ക്ലി 2 പ്രാവശ്യം ചെയ്യും. ബാത്റൂം, റൂമൊക്കെ ശരിക്കും മോപ്പിട്ടിട്ട് നമ്മുടെ അടുത്തൊരു ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ശരിക്കും നന്നായിട്ട് റൂമൊക്കെ യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ വാഷ് ബേസിനും ക്ലോസറ്റും പിന്നെ ഫ്ലോറും എല്ലാ സംഭവങ്ങളും സ്റ്റെപ്പും ഒക്കെ ആട്ടെ എവിടെ ആയിക്കോട്ടെ നമ്മൾ വൃത്തിയിൽ ചെയ്യാറുണ്ട്. അത് നിങ്ങൾക്കിപ്പോൾ കണ്ട ഏകദേശം മനസ്സിലാവും. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ഷോ കാണിക്കാനോ ഒന്നുമില്ല. ഇത് ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ്. ഇപ്പോൾ ഞാനൊക്കെ എവിടെ ആയാലും എനിക്ക് ഇഷ്ടപ്പെട്ട പരിപാടിയാണ് ഈ ക്ലീനിങ് ഒക്കെ. അപ്പം എന്നെ അടുത്തറിയാവുന്ന ആളുകൾക്കറിയാം നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഈ ക്ലീനിങ്ങിനും സംഭവങ്ങൾക്കൊക്കെ കൊടുക്കാറുണ്ടെന്നുള്ളത്. അപ്പം വീഡിയോക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ഷോഫും കാണിക്കാം. പക്ഷേ ഈ ഷോഫ് കാണിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ളൊരു മനസ്സും കൂടി വേണമല്ലോ ആർക്കായാലും. അപ്പോൾ ഇതൊരു ഷോഫൊന്നുമല്ല, ഇതെൻ്റെ ഒരു എന്താ പറയുക, ഞാൻ എൻ്റെ പാർട്ട് ഓഫ് ലൈഫിൽ
ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സംഭവമാണ്. അപ്പോൾ എനിക്കതൊരു വിഷയമായിട്ട് കാണുന്നില്ല. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, എന്ത് ജോലിയായാലും നമ്മൾ ചെയ്യുന്നതിൽ അതിൽ 100% എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ട് നമ്മുടെ ലൈഫിൽ തീർച്ചയായിട്ടും വരുന്നുള്ള വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ കണ്ടില്ലേ, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് പാത്രങ്ങൾ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വരച്ച് കഴുകി സെറ്റാക്കാണ്. ഇപ്പം ഈ പരിപാടികളൊക്കെ നമ്മുടെ വീട്ടിൽ രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടികളാണ്. ശരിയല്ലേ? നമ്മുടെ ഉമ്മമാരായിക്കോട്ടെ, താത്തമാരായിക്കോട്ടെ, ഇക്കക്കന്മാരെ വൈഫ്മാരായിക്കോട്ടെ, അനിയന്മാരെ വൈഫ്മാരായിക്കോട്ടെ, എല്ലാവരും ആസ് യൂഷ്വൽ നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സും, നമ്മുടെ നെഫ്യൂസ്, കസിൻസ് എല്ലാവരും ചെയ്യുന്ന പരിപാടികളായിരിക്കും. അപ്പം അവരൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതൊന്നൊരു എന്താ പറയുക, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയില്ല. അത് പാത്രം കഴുകാനുള്ളൂ, അത് കുക്ക് ചെയ്യാനുള്ളൂ, വളരെ എളുപ്പമല്ലേ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈസി അല്ലേ. നമ്മൾ വളരെ ലാഘവത്തോടു കൂടി സംസാരിക്കും. പക്ഷേ ഇതിലൊക്കെ ശരിക്കും നമുക്ക് എന്താ പറയുക, കുറച്ചൊരു റിസ്കി ഫാക്ടർ എന്ന് പറയാൻ പറ്റില്ല. കുറച്ച് നമ്മൾ എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഒരു ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ ഇതിലോട്ട് ഇറങ്ങാൻ ഭയങ്കര പാടാണ്. സ്പെഷ്യലി ഇപ്പം ഇന്നത്തെ 2K കിഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അവർക്കൊന്നും ഈ കുക്കിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നൊന്നും തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ്. അവർക്കൊക്കെ ഇങ്ങനെ ഒരു റെഡിമെയ്ഡ് ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. കാരണം വെച്ചാൽ അവർ കുളിക്കുക, മൊബൈൽ ഉപയോഗിക്കുക, ജസ്റ്റ് നല്ല കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് സെറ്റാവുക, ഇത്ര. അതിന് ശേഷം നമ്മൾ ഔട്ടിങ് പുറത്തോട്ട് പോയിട്ട് അവിടുന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ വലിച്ചു വാരി കയറ്റുക, അങ്ങനത്തെ ഒക്കെ സിസ്റ്റമുള്ള മക്കളാണ് ഇപ്പോൾ 2K കിഡ്സ്. അവിടെ ഒരിക്കലും എന്താ പറയുക, കുക്കിങ്ങിനോടൊന്നും ഒട്ടും താല്പര്യമുള്ള മക്കളല്ല. മേ ബി ഒരു 100-ൽ ഒരു 10% ഒക്കെ വരുള്ളൂ ഇതെല്ലാം കാര്യങ്ങളിലും വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് ചെയ്യാൻ താല്പര്യമുള്ള മക്കൾ. ബാക്കി എല്ലാ മക്കളും എന്താ പറയുക, ഇതിനോടൊന്നും താല്പര്യമില്ലാത്ത മക്കളാണ്. അപ്പോൾ ആ മക്കളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ശരിക്കും എന്താ പറയുക, കണ്ടു പഠിക്കേണ്ട ടീംസ് 90s 80s ഒക്കെ ആണ്. അവരൊക്കെ എന്ന് വെച്ചാൽ ലൈഫ് ശരിക്കും മാക്സിമം എൻജോയ് ചെയ്തിട്ട് ജീവിതത്തിലോട്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ ശരിക്കും നിങ്ങൾ കണ്ടു പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഒരു മീനിങ് ഫുള്ളായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു വേ കാണാൻ പറ്റും. അതല്ല, നിങ്ങളുടെ വഴിയാണ് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗോ ഹെഡ്, അത്രേ പറയാനുള്ളൂ. നമുക്ക് ആരെയും അഡ്വൈസ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പാത്തിലോട്ട് വരണം എന്ന് പറയാനൊന്നും യാതൊരു താല്പര്യമില്ല. പക്ഷേ എൻ്റെ ഫാമിലിയിലുള്ള മക്കൾ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന അടുത്തറിയാവുന്ന മക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, വേണ്ടാത്ത രീതിയിലുള്ള നടപ്പോ പ്രവൃത്തികളോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അഡ്വൈസ് ചെയ്യും. കാരണം വെച്ചാൽ അവർ നശിച്ച് കാണാൻ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ഞാൻ. കാരണം മക്കൾ നല്ല വഴിക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈവൻ എൻ്റെ പിള്ളേരായാലും നമ്മുടെ ഫാമിലിയിലെ പിള്ളേരായാലും അവരൊക്കെ ഞാൻ തീർച്ചയായിട്ടും ഗൈഡ് ചെയ്യാറുണ്ട് പല കാര്യങ്ങളിലും. അത് എന്താ പറയുക, ആസ് എ ലോക്കൽ ഗാർഡിയനോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. അപ്പം അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇപ്പോൾ ക്ലീനിങ് ഒക്കെ ഏകദേശം ആയിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് ശേഷം ഞാൻ ബ്രൂമൊക്കെ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് സെറ്റാക്കിയിട്ടുണ്ട് ഫ്ലോറൊക്കെ. അതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം കുക്കിങ്ങും സംഭവങ്ങളൊക്കെ വളരെ എന്താ പറയുക സക്സസ്ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇതിൻ്റെ ഒരു പാക്കിംഗ് സിസ്റ്റത്തിലോട്ട് കിടക്കണം. അപ്പോൾ പാക്കിംഗ് സിസ്റ്റത്തിൽ നമുക്ക് ഇവിടെ വാഴയില, എന്താ പറയുക, സിൽവർ ഫോയിൽ പേപ്പർ അങ്ങനെയൊന്നും അവൈലബിൾ അല്ല. ഇവിടെ നമുക്ക് ഓരോ ഏരിയയിൽ ഇപ്പോൾ സംഭവങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഞാൻ പറയില്ലേ, വാഴയിലൊക്കെ ഇവിടെ കിട്ടാണ്ട് എന്താ പറയുക, ഇന്ത്യൻ സ്റ്റോറോ ലിറ്റിൽ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്റ്റോഴ്സ് ഉണ്ട്. പക്ഷേ നമുക്ക് ആ സ്റ്റോറിലോട്ടൊക്കെ പോകണം, അത്യാവശ്യം ദൂരം പോകണം. പിന്നെ ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റിൽ നമുക്കിങ്ങനെ എന്താ പറയുക, ദൂരം പോവുക, യാത്ര ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അത് ഓൾമോസ്റ്റ് ഇവിടെ ഒരു 95% ആൾക്കാർക്കും താല്പര്യമില്ലാത്ത കാര്യം. കാരണം വെച്ചാൽ വളരെ ഡിഫിക്കൽട്ടാണ് നമുക്ക് ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെ സർവൈവ് ചെയ്യാമെന്നാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഫൈനലായിട്ട് സംഭവം. ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞല്ല അത്രയും ഐറ്റംസും. അപ്പം ഞാനിങ്ങനെ എന്താ പറയുക, എനിക്ക് ഇത് ചെയ്യണമല്ലോ, റാപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നമ്മളെ അടുത്തുണ്ട് ബിദ്രോങ്ക് എന്നിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ പോയപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു. അവർക്ക് ഇങ്ങനെ എല്ലാ സംഭവങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിക്കാറാണ് പതിവ് കേട്ടോ. നമ്മുടെ ഭാഷ ഇംഗ്ലീഷ് ഒന്നും അവർക്ക് ഒരു ഭാഷവും ഇല്ല. അപ്പോൾ നമ്മൾ അവരെ ഭാഷയിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കും. അപ്പം ഞാൻ അങ്ങനെ ഫോയിൽ പേപ്പറിന് എഴുതിയിട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവരെ ഭാഷയിൽ വന്നു. ആ ഭാഷയിൽ വന്നപ്പോൾ അവരെന്ത് ചെയ്തു, എൻ്റെ കൂടെ എന്നെ വിളിച്ചിട്ട് നമുക്ക് ആക്ഷൻ കണ്ടാൽ മനസ്സിലാവുമല്ലോ. ആക്ഷൻ പ്രകാരം ഞാൻ അവരെ കൂടെ പോയേച്ച് അവരെനിക്കിത് ഇതിൻ്റെ ലൊക്കേഷൻ കാണിച്ചത്. ഇതാണ് നമ്മുടെ ഫോയിൽ പേപ്പർ ഇരിക്കുന്ന ഏരിയ. അപ്പോൾ അവിടെ പോയപ്പോൾ 2-3 ഐറ്റം ഫോയിൽ പേപ്പർ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ സിൽവർ ടൈപ്പിന് ഭയങ്കര കോസ്റ്റാണ്. അപ്പോൾ ആ സാധനം ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ നമുക്ക് കിട്ടിയത് ഏതാണ്ടേ ഇവനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇവനും കുഴപ്പമൊന്നുമില്ല, ഇവന് കുറച്ചൊരു സെമി ടൈപ്പാണ്, പക്ഷെ എന്നാലും അതൊരു സ്റ്റിക്കി അല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവനെ ചൂസ് ചെയ്തു. കാരണം വെച്ചാൽ നമ്മുടെ അത്ര ഹെവി യൂസ് അല്ലല്ലോ. പിന്നെ വല്ലപ്പോഴൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈവൻ നമ്മുടെ ടിഫിൻ ബോക്സിലൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ സാധനം യൂസ് ചെയ്യാന്നുള്ള 100% എനിക്ക് ഉറപ്പായി. അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നായിട്ട്
അതിലോട്ട് ഇങ്ങനെ ഇറക്കി വെക്കണം. അപ്പം നമുക്കിത് കാണുമ്പോഴേ വെള്ളം ഊറിയിട്ടുള്ള പരിപാടിയാണ്. സത്യം പറഞ്ഞാൽ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്കിത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കൊതി വരുന്നുണ്ട്. ഞാൻ അപ്പോൾ ഓൾറെഡി കഴിച്ചു കഴിഞ്ഞ ആളാണ്. പക്ഷെ എന്നാലും എനിക്കത് കാണുമ്പം വായിലിങ്ങനെ വെള്ളം ഊറി വരുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യാം, നോ പ്രോബ്ലം. അപ്പം നമ്മുടെ മനുഷ്യരല്ലടേ, നമ്മൾ എന്ത് കഴിച്ചു കഴിഞ്ഞാലും പിന്നെയും കാണുമ്പോൾ അതിനോടുള്ള ഇഷ്ടം ആവേശം കൂടുക എന്നല്ലാണ്ട് ഇത് കുറയാൻ പോകില്ല. സ്പെഷ്യലി മലയാളീസ് ആകുമ്പം ഈ സാധനത്തിനോടൊക്കെ ഒരു പ്രത്യേക ഒരു വികാരമാണ്. ഈ പൊതിച്ചോറ് എന്ന് പറഞ്ഞ സാധനം, അയ്യോ ദേ കിടക്കണം. അപ്പോൾ ആ വികാരം നമ്മൾ ഒരിക്കലും കളയൂല. ഇത് ഓംലേറ്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു സാറേ പിന്നെ ഒന്നും കാണൂല എന്ന് പറഞ്ഞ പോലെ സംഭവം സത്യമാണ്. പിന്നെ എന്താ പറയുക, ഈ ബോട്ടിൽ തുറന്നപ്പോൾ ഈ നെല്ലിക്കച്ചാറ് ഞാൻ വാങ്ങിച്ചത് അത്രണ്ട് കൊള്ളൂല കേട്ടോ. എനിക്ക് അത്രണ്ട് ടേസ്റ്റ് ഉണ്ട് ഇഷ്ടപ്പെട്ടില്ല. ഇത് ഈ ലിറ്റിൽ ഇന്ത്യ പറഞ്ഞ ഷോപ്പ് ശരിക്കും നോർത്തിൻ്റെ ഷോപ്പാണ്. അപ്പോൾ അവിടെ അച്ചാറ് വരുന്ന സ്ഥലം നോർത്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതോടൊപ്പം ഞാൻ എൻ്റെ വിൻഡോയിൽ ഉള്ളൊരു ചെറിയൊരു വ്യൂ ആണിത്, കിച്ചൺ വ്യൂ. പിന്നെ അത് ഫൈനലായിട്ട് വന്നപ്പോൾ ഇവൻ ഇങ്ങനെ ഉണ്ടായിരുന്നു, നമ്മുടെ കുട്ട ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടനെ നമ്മളിങ്ങനെ അടച്ച് വെക്കാൻ പോവാണ്. ഇത്രയും ഐറ്റംസാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാണുന്ന നിങ്ങൾക്കൊക്കെ ഒരു കൊതി വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കൊതി വരുന്നവരൊക്കെ DM-ലേക്ക് ഒന്ന് കമൻറ്റ് ചെയ്യടേ, എന്നൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. എനിക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്. ഒരു സ്റ്റിക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ സ്റ്റക്കായി കിടക്കുകയാണ്. പിന്നെ അവൻ അങ്ങോട്ട് പോയില്ല. പിന്നെ നമ്മുടെ സമയപരിമിതി മൂലമൊന്നും നമുക്ക് അത്രയും വീഡിയോസും സംഭവങ്ങളൊന്നും ചെയ്യാനറിയില്ല. പിന്നെ ഞാനൊരു കോണ്ടൻറ്റ് ക്രിയേറ്ററും അല്ല, അറിയാമല്ല. നമ്മൾ ആസ് യൂഷ്വൽ എന്തൊക്കെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്താണോ ആ ലൈഫ് സ്റ്റൈലാണ് നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് എനിക്കിങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോന്നെടുത്തിട്ട് ചെയ്യാനോ പറയാനൊന്നും സംഭവങ്ങൾക്ക് സമയമില്ല. സത്യം പറയാം, എനിക്ക് ജോലി കഴിഞ്ഞാൽ ഞാൻ ടയേർഡാവും, ഞാൻ വന്ന് കിടക്കും. പിന്നെ ഫ്രീ ടൈം എന്നുള്ള സമയത്താണ് ഇങ്ങനെയൊക്കെ ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ടാവുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് നടക്കുന്ന വ്യക്തിയല്ല. എനിക്ക് ജോലിയുണ്ട്, അപ്പോൾ ജോലിക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ ഫ്രീ ടൈം എന്ന സമയത്ത് മൈൻഡിനൊരു ഫ്രീ റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ സംഭവം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതെ അവനെ അങ്ങോട്ട് നന്നായിട്ട് റാപ്പ് ചെയ്തതിന് ശേഷം ഞാൻ അവനെ കുറച്ച് നേരം ഒരു 2-2.5 മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയം അവന് ഞാനിങ്ങനെ ഒരു പാത്രത്തിലായിട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഫൈനൽ ഔട്ട്പുട്ട് ഇങ്ങനെ നമ്മളിപ്പം ലഗേജൊക്കെ റാപ്പ് ചെയ്യുന്ന പോലെ തന്നെ റാപ്പ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ അതെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും കംബാക്കാണ്. എന്ത് ചെയ്യുക, ഇത്രയും ടൈമൊക്കെ കഴിഞ്ഞല്ലേ, കുളിയൊക്കെ കഴിഞ്ഞു, നിസ്കാരമൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് എന്താ പറയുക, ഈ ഒരു സാധനം ഉണ്ടല്ലോ എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ പെട്ടെന്ന് ഇതാണ് നമ്മൾ തുറന്നു കഴിഞ്ഞാലുള്ള വ്യൂ ഉണ്ടല്ലോ മക്കളെ, ആഹാ അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ്. അതെല്ലാം കൂടി ശരിക്കും ഇങ്ങനെ ആ ചോറിലോട്ട് ഇങ്ങനെ ഇഴുകി ചേർന്നിട്ട് എൻ്റെ പൊന്നൊളിയോ വേറെ ലെവലിരുന്നിട്ട് ഞാൻ കഴിച്ചപ്പോൾ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, വേറെ ലെവലിരുന്നു. ശരിക്കും ഇങ്ങനെ നന്നായിട്ട് ഇഴുകി ചേർന്നുണ്ടായിരുന്നു ചിക്കനും ഈ കറികളെല്ലാം. നമ്മളിങ്ങനെ നന്നായിട്ട് അടച്ചു വെച്ചതിൻ്റെ പേരിൽ സാധനങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ പക്ഷെ എൻ്റെ പൊന്നോ എനിക്ക് കുഴച്ച് കഴിക്കണേ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതൊരു എന്താ പറയുക മെനകെട്ട പരിപാടിയാണല്ലോ എന്ന് ആലോചിച്ചിട്ട് കുറച്ചൊരു നീറ്റായിട്ട് കാണിച്ചത്. കാരണം അത് വീഡിയോ ഇല്ലല്ലോ, നമ്മൾ എല്ലാവർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നല്ലേ. അപ്പോൾ കാണുമ്പോൾ ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. അങ്ങനെ നമ്മൾ വൃത്തിയായിട്ട രീതിയിലൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് എങ്ങനെയും കഴിക്കാം. അങ്ങനത്തെ കഴിക്കാൻ തുടങ്ങിയിട്ട് സംഭവം സെറ്റ് ചെയ്തിട്ടോ. എൻ്റെ പൊന്നോ എനിക്ക് പറയാൻ വയ്യ, പറയാൻ വാക്കുകളില്ല സീരിയസ്ലി. അപ്പോൾ ഇനി ആർക്കെങ്കിലും യൂറോപ്പിലുള്ള ആർക്കെങ്കിലും ഈ സാധനം ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് DM ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും എനിക്ക് ഒഴിവുള്ള ദിവസങ്ങളിൽ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്തിക്കുന്നതാണ്. ബട്ട് പെയ്ഡ് ആയിരിക്കും. ക്യാഷ് തന്നാൽ മാത്രമേ ഇത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാണ്ട് വെറുതെ ഒന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും ടൈമും എഫേർട്ടും ഇടുന്നുണ്ട് ഈ സാധനം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആർക്ക് വേണേലും എന്നെ കോൺടാക്റ്റ് ചെയ്യാം, DM-ൽ വരാം, പറയാം, കമൻറ്റ്സ് ഇടാം, പറയാം. എൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ തരുന്നതാണ്. ഇതൊക്കെ ആയിരുന്നു എൻ്റെ ഒരു നല്ല ദിവസം. ഈ സാധനമൊക്കെ കഴിച്ച് വയറ് നിറയെ കഴിച്ചിട്ട് നല്ലൊരു ഉറക്കമുണ്ടല്ലോ, ആഹാ ഒരു ടിപ്പിക്കൽ മലയാളിയുടെ എക്സാക്റ്റ് ഒരു പ്രൊസീജിയറാണത്. നല്ല വയറ് നിറയെ ഫുഡ് കഴിക്കുക, അതിന് ശേഷം മധുരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ഉണ്ടെങ്കിൽ സെറ്റ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ഹാവ് എ നൈസ് ഡേ ടു ഓൾ. ടേക്ക് കെയർ, ബൈ.